ഹലോ എവരിവൺ, വെൽക്കം ടു CSE BG ഫോക്കസ്. ഇന്ന് GK ആൻഡ് കറണ്ട് അഫെയേഴ്സിൻ്റെ വീഡിയോ ആണ്. എക്സാമിന് വേണ്ടിയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കറണ്ട് അഫെയേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കേരള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ആലപ്പുഴ. കേരള ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ആസ്ഥാനം? കേരള ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം? കൊച്ചി. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചെടി? പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചെടി നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ മേഖല? വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ മേഖല വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിച്ചത്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിച്ചത് കോട്ടയം. ബധിരതയുടെ വ്യാപ്തി അളക്കാൻ ഏത് ഉപകരണം ഉപയോഗിക്കുന്നു? ബധിരതയുടെ വ്യാപ്തി അളക്കാൻ ഏത് ഉപകരണം ഉപയോഗിക്കുന്നു? ഓഡിയോ മീറ്റർ. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. ആസൂത്രണ കമ്മീഷനെ മാറ്റിസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ പേര്? ആസൂത്രണ കമ്മീഷനെ മാറ്റിസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ പേര്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഫുൾ ഫോം എല്ലാവരും നോക്കി വയ്ക്കാം. ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ നൃത്തരൂപം ഏതാണ്? ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പുടി. സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലം? സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലം അമൃത്സർ. സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ. മികച്ച പുതുമുഖ സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് മാത്തുക്കുട്ടി സേവ്യർ. കഴിഞ്ഞ വർഷത്തെ 2020 മികച്ച പുതുമുഖ സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് മാത്തുക്കുട്ടി സേവ്യർ. ഇനി അതിൽ തന്നെ വരുന്ന അവാർഡുകൾ ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ അവാർഡ്സ്. മികച്ച ചിത്രം മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. മികച്ച നടൻ ധനുഷ്, മനോജ് ബാജ്പേയി. നടി കൺകണ റണോട്ട്. സംവിധായകൻ സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ. സഹനടൻ വിജയ് സേതുപതി. മികച്ച മലയാള ചിത്രം കള്ളനോട്ടം. അപ്പോൾ ഇതുകൂടി എല്ലാവരും നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, കേരള പോലീസ് ആരംഭിച്ച ടെലിമെഡിസിൻ ആപ്പ്? ബ്ലൂ ടെലിമെഡ്. കേരള പോലീസ് ആരംഭിച്ച ടെലിമെഡിസിൻ ആപ്പ് ബ്ലൂ ടെലിമെഡ്. RBI ഡെപ്യൂട്ടി ഗവർണറായി അടുത്തിടെ നിയമിതനായത്? T. രവിശങ്കർ. RBI ഡെപ്യൂട്ടി ഗവർണർ ആയി അടുത്തിടെ നിയമിതനായത് T. രവിശങ്കർ. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക്? കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടി. 2021 മിസ് യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2021 മിസ് യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻഡ്രിയ മെസ്സ. കൺട്രി മെക്സിക്കോ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്? വിശ്വാസ് മേത്ത. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് വിശ്വാസ് മേത്ത. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്?
ഡോക്ടർ KM എബ്രഹാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത് ഡോക്ടർ KM എബ്രഹാം. കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് PTA റഹീം. കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് PTA റഹീം. നെക്സ്റ്റ്, ബംഗാൾ ഉൾക്കടലിൽ അടുത്തിടെ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൻ്റെ പേര് യാസ്. ആ പേര് നൽകിയത് ഒമാനാണ് യാസ് എന്ന പേര് നൽകിയത്. 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ്. 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ KR ജ്യോതിലാൽ. കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി അനന്യകുമാരി, വേങ്ങര, മലപ്പുറം. കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി അനന്യകുമാരി, വേങ്ങര, മലപ്പുറം. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച ക്യാമ്പയിൻ മൈ ഫസ്റ്റ് ട്രിപ്പ് 2021. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച ക്യാമ്പയിൻ മൈ ഫസ്റ്റ് ട്രിപ്പ് 2021. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൊബൈൽ ആപ്പ് സ്റ്റോർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൊബൈൽ ആപ്പ് സ്റ്റോർ മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ആയി അടുത്തിടെ നിയമിച്ചതാരെ? PT ഉഷ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ആയി അടുത്തിടെ നിയമിച്ചതാരെ? PT ഉഷ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജസ്റ്റിസ് PS ഗോപിനാഥൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജസ്റ്റിസ് PS ഗോപിനാഥൻ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം TB ഫ്രീ ആയി അടുത്തിടെ പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം TB ഫ്രീ ആയി അടുത്തിടെ പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. മൃഗങ്ങൾക്ക് മാത്രമായി വികസിപ്പിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ. മൃഗങ്ങൾക്ക് മാത്രമായി വികസിപ്പിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ കാർണിവാക് കോവ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2019 ലഭിച്ചത് രജനീകാന്ത്. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2019 ലഭിച്ചത് രജനീകാന്ത്. ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയതിന് അടുത്തിടെ പ്രഖ്യാപിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് എഴാച്ചേരി രാമചന്ദ്രൻ. മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയതിന് അടുത്തിടെ പ്രഖ്യാപിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്
ഏഴാച്ചേരി രാമചന്ദ്രൻ. തകഴി ലിറ്ററസി അവാർഡ് 2021 ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ. തകഴി ലിറ്ററസി അവാർഡ് 2021 പെരുമ്പടവം ശ്രീധരൻ. ഇതുപോലെ മറ്റു ചില അവാർഡുകൾ കൂടി നമുക്ക് നോക്കാം. വയലാർ അവാർഡ് 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ. കൃതി ഒരു വെർജിനിയൻ വെയിൽക്കാലം. എഴുത്തച്ഛൻ അവാർഡ് 2020 പോൾ സക്കറിയ. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം 2020 ശ്രീകുമാരൻ തമ്പി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2020 കെ സച്ചിദാനന്ദൻ. ONV സാഹിത്യ പുരസ്കാരം 2021 വൈരമുത്തു. കേരള സർവകലാശാലയുടെ OMV മെമ്മോറിയൽ അവാർഡ് കെ സച്ചിദാനന്ദൻ. ജ്ഞാനപ്പാന പുരസ്കാരം 2021 KB ശ്രീദേവി. സരസ്വതി സമ്മാൻ ശരൺകുമാർ ലിംബാലെ. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ലൂയിസ് ഗ്ലിക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2021 അരുന്ധതി സുബ്രഹ്മണ്യം. ഇതുകൂടി എല്ലാവരും നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച സ്കൂൾ. വിക്രം സാരാഭായ് സയൻസ് സ്കൂൾ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച സ്കൂൾ. വിക്രം സാരാഭായ് സയൻസ് സ്കൂൾ. വേൾഡ് എർത്ത് ഡേ 2021 പ്രമേയം റീസ്റ്റോർ അവർ എർത്ത്. വേൾഡ് എർത്ത് ഡേ April 22. വേൾഡ് എർത്ത് ഡേ 2021 പ്രമേയം റീസ്റ്റോർ അവർ എർത്ത്. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ നിയോ ബാങ്ക്. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ നിയോ ബാങ്ക് എയ്സ് മണി ന്യൂ ബാങ്ക്. എയ്സ് മണി ന്യൂ ബാങ്ക് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ നിയോ ബാങ്ക്. പ്രസന്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു. പ്രസന്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു. 2021 ഏപ്രിലിൽ റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ബോർഡ് ഡയറക്ടർ ആയി നിയമിതനായത് അജയ് സേത്ത്. 2021 ഏപ്രിലിൽ റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ബോർഡ് ഡയറക്ടർ ആയി നിയമിതനായത് അജയ് സേത്ത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ഇന്ത്യക്ക് $1.5 ബില്യൺ ധനസഹായം പ്രഖ്യാപിച്ചത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ഇന്ത്യക്ക് $1.5 ബില്യൺ ധനസഹായം പ്രഖ്യാപിച്ചത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ആശുപത്രികളിൽ കോവിഡ് രോഗികളുടെ കട്ടിലിനരികെ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന പ്രാണ പദ്ധതി ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ ആശുപത്രി തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ആശുപത്രികളിൽ കോവിഡ് രോഗികളുടെ കട്ടിലിനരികെ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന പ്രാണ പദ്ധതി ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ ആശുപത്രി തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. The Living Mountain, A Fable for Our Times. The Living Mountain, A Fable for Our Times എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമിതാഭ് ഘോഷ്. The Living Mountain, A Fable for Our Times, അമിതാഭ് ഘോഷ്. 2021 ഏപ്രിലിൽ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ.
PV അബ്ദുൾ വഹാബ്, ഡോക്ടർ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്. 2021 ഏപ്രിലിൽ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ: PV അബ്ദുൾ വഹാബ്, ഡോക്ടർ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്. 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ: NV രമണ. 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, NV രമണ. ന്യൂ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സിഡ്ബി: S. രാമൻ. ന്യൂ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സിഡ്ബി, S. രാമൻ. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവ്: ക്രഷിംഗ് ദ കർവ്. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവ്: ക്രഷിംഗ് ദ കർവ്. കേരള പ്രീമിയർ ലീഗ് 2021 ഫുട്ബോൾ ടൂർണമെൻറ്റ് ടൈറ്റിൽ വിന്നർ ഗോകുലം FC. കേരള പ്രീമിയർ ലീഗ് 2021 ഫുട്ബോൾ ടൂർണമെൻറ്റ് ടൈറ്റിൽ വിന്നർ ഗോകുലം FC. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ MB രാജേഷ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സ്പീക്കർ MB രാജേഷ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇനി ചീഫ് മിനിസ്റ്റേഴ്സിനെ ഒന്ന് നോക്കാം. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ. പുതുച്ചേരി രംഗസ്വാമി. വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി. അസം ഹേമേന്ദ്ര ബിശ്വ ശർമ്മ. ഇതുകൂടാതെ നമ്മുടെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളും ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്നാണ് അവർ ജയിച്ചു വന്നതെന്നുള്ളതും കൂടി നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. GK പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് കാണുക. താങ്ക് യു.